നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോവളത്താണ്. കോവളത്തെ KTDCയുടെ സമുദ്ര റിസോർട്ടിലാണ്. ഇത്രയും പച്ചപ്പ്, ഇത്രയും ഗ്രീനറിയും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ട്, അതായത് കടലിനോട് ചേർന്ന് നിൽക്കുന്ന അത്രയധികം സ്ഥലമുള്ള റിസോർട്ട് ഞാൻ കേരളത്തിൽ മറ്റെങ്ങും കണ്ടിട്ടില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റിസോർട്ടാണിത്. അപ്പോൾ പലപ്പോഴും എനിക്ക് KTDCയോട് വളരെ ആത്മാർത്ഥമായിട്ടൊരു ബന്ധമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ KTDCയോട് ഒരുപാട് വ്ളോഗ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെന്നൈയിലാണെങ്കിലും ശരി, പൊന്മുടിയിലാണെങ്കിലും ശരി, തമ്പാനൂരാണെങ്കിലും ശരി, ബോൾഗാട്ടി പാലസ് ആണെങ്കിലും ശരി, ഒരുപാട് സ്ഥലങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ KTDCയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള KTDCയുടെ റിസോർട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇത് സർക്കാരിൻ്റെ സംവിധാനമായതുകൊണ്ട് തന്നെ ഇത് നിൽക്കുന്ന പ്ലേസുകൾ, KTDCയുടെ റിസോർട്ടുകളൊക്കെ നിൽക്കുന്ന പ്ലേസുകൾ, അതിപ്പം നമ്മൾ തേക്കടിയിലാണെങ്കിലും എല്ലാം നിൽക്കുന്ന സ്ഥലങ്ങളുടെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാലും ഒന്നും പറയാനില്ല, കിടിലാണ്. നിങ്ങൾ ഇത് തന്നെ കണ്ടു നോക്കും. ഇതാ ഇവിടെ കടലിനോട് ചേർന്ന് ഇത്ര അടുത്ത് ഒരു റിസോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോവയിൽ പോയാൽ പോലും നിങ്ങൾക്ക് ഇത്രയും ഗ്രീനറിയും തെങ്ങും എല്ലാം കൂടെ ചേർന്നുള്ള സംവിധാനം കാണാൻ പറ്റില്ല. നമ്മളിവിടെ റൂമൊക്കെ നോക്കുകയാണെങ്കിലും റൂമൊക്കെ വേറെ ലെവലാണ്. ഇത് നമുക്ക് ഹണിമൂൺ കപ്പിൾസിനൊക്കെ എടുക്കാൻ പറ്റിയ റൂമുകളാണ്. ഇവിടുത്തെ ഒരു പ്രീമിയർ റൂമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ നിന്നൊക്കെയുള്ള കടലിലേക്കുള്ള വ്യൂ നോക്കി കിട്ടുവാണ്. ഇവിടുത്തെ ഒരു ഡിസൈൻ കണ്ടു, അതൊരു കടലിൻ്റെ ഡിസൈനാണ്. നീലയും വെള്ളയൊക്കെ ചേർന്ന് ഒരു കടലിൻ്റെ ഡിസൈനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്നുള്ള പുറത്തേക്കുള്ളൊരു വ്യൂ നിങ്ങൾ നോക്കുക. ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ കടൽ അടിപൊളിയായിട്ട് കാണാം. ഇവിടെ ഇരുന്ന് നമ്മളൊരു ചായയും കോഫിയൊക്കെ കുടിച്ച്, അല്ലെങ്കിൽ ഹണിമൂൺ ടൈമിലൊക്കെ വരികയാണെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ പലപ്പോഴും ആളുകളുടെ അടുത്ത് പറയാറുണ്ട്, അതായത് നിങ്ങളിപ്പോൾ 10, 40, 45 വയസ്സൊക്കെ ആണെങ്കിലും നിങ്ങൾ ഒരു ഹണിമൂണിന് പോവുകയാണെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ ഏത് റിസോർട്ടിലാണോ പോയത്, നിങ്ങളുടെ ഒരു 21, 25 അല്ലെങ്കിൽ 28 വയസ്സിൽ ഏത് റിസോർട്ടുകളാണോ പോകുന്നത്, അത്തരത്തിലുള്ള റിസോർട്ടിൽ തന്നെയാണ് പോകണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു 40, 45 വയസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ, ഇതാണൊക്കെയുള്ള വീണ്ടും ഒരു ഹണിമൂണിന് പോകണമെന്നുണ്ടെങ്കിൽ, ഒരു സെക്കൻഡ് ഹണിമൂണിന് പോകണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു റിസോർട്ടാണ്. അത്ര റൊമാൻറ്റിക്കായിട്ടുള്ള പ്ലേസാണിത്. നിങ്ങൾ കണ്ടു നോക്കും, എത്ര ബ്യൂട്ടിഫുള്ളാണ്. അതാണ്ട് അവിടുത്തെ ആ ചെയർ പോലും ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ടേബിളാണ് ഡിസൈൻ ചെയ്യുന്നത്, കണ്ടു നോക്കും. അത്രത്തോളം ബ്യൂട്ടിഫുള്ളാണ്, വളരെ മനോഹരമാണ്. ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഈ വിഷ്വൽ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, ഇവിടെ നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫീല് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. പിന്നീടെന്ന് വെച്ചാൽ ഇവിടെ ഞാനിവിടെ വരുമ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ എന്നും കല്യാണം, റിസപ്ഷന്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിപാടികളുണ്ട്. ഡേ ബൈ ഡേ ഇത് തന്നെയാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കല്യാണം കാണാം, അല്ലെങ്കിൽ വെഡ്ഡിങ് റിസപ്ഷൻസ് കാണും, ബർത്ത്ഡേ പാർട്ടീസാണ്, ചെറിയ ഒരുപാട് പാർട്ടീസാണ്. അതിന് പറ്റിയ ഞാൻ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം നമ്മൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ബീച്ച് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങോ അങ്ങനെയൊക്കെ പറയാമല്ലോ, അതായത് വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് ബീച്ചിൻ്റെ സൈഡിൽ, അത് കടലിനോട് ഇത്രയും ചേർന്ന് ഇത്രയും മനോഹരമായ ഒരു പ്ലേസ് ഞാൻ കണ്ടിട്ടില്ല. ചില റിസോർട്ടിലൊക്കെ പോകുമ്പം റിസോർട്ടിൻ്റെ ഏരിയ കാണുമായിരിക്കും, പക്ഷേ ഇത്രയും ഒരു ഗ്രീനറി കാണത്തില്ല, ഇത്രയും തെങ്ങും തോപ്പ് കാണത്തില്ല, ഇത്രയും ഏരിയ കാണില്ല. അപ്പോൾ അതാണ് അതിൽ ഉള്ളൊരു സംഭവം. അപ്പോൾ ഇവിടെ അത്രത്തോളം റൂമുകൾ ഉണ്ട്, ഒരുപാട് റൂമുകളുണ്ട്. എത്ര ഗസ്റ്റ് വേണമെങ്കിലും വന്നാൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള റൂമുണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ചെറിയ കല്യാണങ്ങൾ തൊട്ട് വലിയ കല്യാണങ്ങൾ വരെയും ചെയ്യാനുള്ള ഒരു അത്രയും സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത്, ഇവൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ. അപ്പോൾ അതാണ് കുട്ടികളായിട്ടൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിട്ട് അവർക്ക് എൻജോയ് ചെയ്യാനുള്ള സ്പേസ് കൂടുതലാണ്. ഈ റിസോർട്ടിലാണെങ്കിലും അറിയാമല്ലോ, റിസോർട്ടെന്ന് പറയുമ്പോൾ പലപ്പോഴും അത് കുറച്ചുകൂടെ സിറ്റിയിൽ നിന്നൊക്കെ ഉള്ളിലോട്ട് മാറി അത്രയും സ്പേസ് ഉണ്ടായിരിക്കും, ഗ്രീനറി ഉണ്ടായിരിക്കും, അതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ കമ്പാരിറ്റീവ്ലി വളരെയധികം സ്പേസാണുള്ളത്, അത്രയും ബ്യൂട്ടിയാണ് നമുക്ക് കാണാനുള്ളത്. പിന്നെ നമുക്ക് കടൽ തീരത്തേക്ക് പോകണമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കടൽ തീരത്തേക്ക് പോകും, അവിടെ പോയി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ കുട്ടികളോടൊക്കെ വളരെ സേഫായിട്ടുള്ള ബീച്ച് തന്നെയാണ്. അപ്പോൾ കുട്ടികളോടൊപ്പം തന്നെ നമുക്ക് കുറേ നേരം കടലിൻ്റെ തീരത്ത് പോയി അവരോട് എൻജോയ് ചെയ്യാം. പിന്നീട് റൂമിൽ വന്നിട്ട് കുട്ടികളോടൊപ്പം സ്പെൻഡ് ചെയ്യാം. അത്തരം സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്, നമ്മൾ അതോടൊപ്പം തന്നെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണം. കുട്ടികൾക്കും പുതിയൊരു എക്സ്പോഷറായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം. അത് കുട്ടികൾക്ക് വേണ്ടി ചിലവ് ചെയ്യണം. അത്തരത്തിലുള്ള സന്തോഷകരമായിട്ട് ഫാമിലിക്ക് വേണ്ടിയും കുട്ടിക്ക് വേണ്ടി നിങ്ങൾ പൈസ ചിലവാക്കണമെന്നാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത്. ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്, പലപ്പോഴും പൈസ ചുരുക്കി അല്ലെങ്കിൽ പൈസ സേവ് ചെയ്ത് പണക്കാരനാവാൻ ശ്രമിക്കുന്നത്. അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ലിമിറ്റിനുള്ളിൽ വെച്ച് തന്നെ നമ്മളെ പൈസകൾ ചിലവാക്കണം, ഇത്തരത്തിലുള്ള സന്തോഷങ്ങൾ കണ്ടെത്തണം.
ഈ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, നമ്മൾ കാണുന്ന എല്ലാം ഭയങ്കര പോസിറ്റീവ് വൈബായിട്ടുള്ള കാര്യങ്ങളാണ്. ഡെയിലി കല്യാണങ്ങൾ, ഞാനൊരു 2-3 ദിവസം അവിടെ താമസിക്കുകയാണെങ്കിൽ അറിയാം, ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള കല്യാണങ്ങൾ കാണാൻ പറ്റും, സന്തോഷങ്ങൾ കാണാൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരുപാട് ബർത്ത്ഡേ പാർട്ടികൾ കാണാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് വളരെ വലുതാണ്. ഫുൾ പോസിറ്റീവ് വൈബാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ എന്താണ് പറയുക, പോസിറ്റിവിറ്റി വരുന്നതോടുകൂടി നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും, ഒരുപാട് ഗെറ്റ് ടുഗദറുകൾ കാണാൻ പറ്റും. നമ്മുടെ ഒരു എനർജിയും കൂടുതൽ എന്താണ് പറയുക, ഹൈ ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇപ്പം മോളോടൊപ്പമൊക്കെ ഇവിടെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. അടിപൊളിയാണ് കേട്ടോ. നമ്മളും ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിക്ക് സെലിബ്രേഷനായിട്ട് നമ്മൾ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സായിട്ടൊക്കെ വന്നതാണ്. ചെറിയ ഒരു പാർട്ടിക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത് ഇവരുടെ റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഒരു പ്രീമിയം ടൈപ്പ് റെസ്റ്റോറൻ്റാണ്. പ്രീമിയം ഫുഡ്, എല്ലാം ഒരു പ്രീമിയം സംവിധാനമാണ്. പക്ഷേ എനിക്ക് ബാക്കി എല്ലാത്തിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഒരു ബ്യൂട്ടിയാണ്. രാവിലെയൊക്കെ എണ്ണീറ്റ് ഇത് കാണുമ്പോഴുള്ള ബ്യൂട്ടി ഉണ്ടല്ലോ, അതൊന്നും പറയാനില്ല. അത് കടലിൻ്റെ നീലയും പിന്നെ ഈ പച്ചപ്പും തെങ്ങും എല്ലാം കാണുമ്പോൾ രാവിലെ എണ്ണീറ്റൊന്ന് ജനലങ്ങോട്ട് തുറന്ന്, അല്ലെങ്കിൽ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ തന്നെ ലൈഫിൽ വന്ന് അറ്റ്ലീസ്റ്റ് വൺസിൻ്റെ തന്നെ എക്സ്പീരിയൻസ് ആക്കണം. ഇവിടെ യഥാർത്ഥത്തിൽ 5000 തൊട്ടുള്ള റൂമുകൾ അവൈലബിൾ ആണ്. പ്രീമിയം ഏറ്റവും ബേസ് കാറ്റഗറി അത്യാവശ്യം നല്ല റൂമുകൾ 5000 രൂപയ്ക്ക് തന്നെ കിട്ടും. അപ്പോൾ ഒരു റൂം എടുത്തിട്ട് നിങ്ങൾ ഫാമിലിയായിട്ട് ഒരു എക്സ്ട്രാ ബെഡ് ഇടുകയാണെങ്കിൽ പോലും എന്താണ് പറയുക, നിങ്ങൾക്ക് സന്തോഷമായിട്ടും ഹാപ്പിയായിട്ടും ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് ഈ ഒരു സംഭവം, ഈ പ്ലേസ് അങ്ങ് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാം. ഞാൻ നമ്പറൊക്കെ വീഡിയോ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾ ഇതിൻ്റെ റേറ്റ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിളിച്ച് ചോദിച്ച് നോക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഈ പാറക്കെട്ടുകളൊക്കെ നോക്കുക, എന്ത് മനോഹരമാണ് ഈ പാറക്കെട്ടുകളിലൊക്കെ നിങ്ങൾക്ക് രാവിലെ വന്നിരിക്കാം, ഈവനിങ് വന്നിരിക്കാം. പക്ഷേ രാവിലെ വന്നിരിക്കുന്ന ഒരു ഫീൽ ആയിരിക്കത്തില്ലല്ലോ ഒരിക്കലും ഈവനിങ് വന്നിരിക്കുമ്പോൾ. അതൊക്കെ ഒരു എൻജോയ് ചെയ്യും. 1-2 ദിവസം, നിങ്ങൾ 2 ദിവസമെങ്കിലും എൻജോയ് ചെയ്യുമ്പോഴായിരിക്കും എൻ്റെ ഒരു ഫുള്ളൊരു നമ്മളെ മനസ്സ് നിറയുന്ന ഒരു ഫീലുണ്ടല്ലോ, അത് കിട്ടുന്നത് എപ്പോഴും ഒരു 2 ദിവസമെങ്കിലും വേണം. ഒരു ദിവസം കടലിൽ പിന്നീട് വന്ന് നമ്മൾ ഇവിടുത്തെ പൂള് വഹിക്കുന്ന കുട്ടികളോടൊപ്പം അടിപൊളിയാണ് കേട്ടോ. ഞാനതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത് കഴിയുമ്പോൾ ഒരു മനസ്സ് നിറയുന്ന അനുഭൂതി ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോഴും എല്ലാ സ്ഥലങ്ങളിലും സ്റ്റേ ചെയ്യുമ്പോഴും കിട്ടണമെന്നില്ല. നമ്മൾ പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവിടെ വരുമ്പോൾ ഉള്ളൊരു സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ എന്താണ് പറയുക, അതങ്ങനെ തന്നെയാണ്. പിന്നീട് നിങ്ങൾ ചെയ്യുന്നു, ഒരു ദിവസം നിങ്ങളിവിടെ പറ്റുമെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു ദിവസം ഈ ഒരു ടെറൈനിൽ താമസിച്ചിട്ട് KTDCയുടെ ഈ പ്രോപ്പർട്ടിയിൽ താമസിച്ചതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് യഥാർത്ഥത്തിൽ പോയിട്ട് പൊന്മുടിയിലെ KTDC ഉണ്ട്, ഞാൻ അവിടത്തെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒന്ന് താമസിക്കുക. അതായത് ഒരു ദിവസം നിങ്ങൾ കടലിൻ്റെ തീരത്ത്, ഒന്ന് നിങ്ങൾ എന്താണ് മലയുടെ മുകളിൽ, ദാറ്റ് ഫീല്, അതൊരു രണ്ട് നിങ്ങൾ ട്രാൻഡ്രം ട്രിപ്പ് പ്ലാൻ ചെയ്യണം, ഇങ്ങനെ പ്ലാൻ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ദിവസം നിങ്ങൾ കോവളത്ത് വന്നിട്ട് കടലും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കണ്ടതിന് ശേഷം നെക്സ്റ്റ് ഡേ ഈ KTDCയുടെ തന്നെ പൊന്മുടിയുള്ള റിസോർട്ടിൽ പോയി താമസിച്ച് നോക്കാം. സോ വ്യൂ ഫീൽ, അതായത് എങ്ങനെയാണ് എന്താണ് പറയുക, നമ്മുടെ കേരളം എത്ര ബ്യൂട്ടിഫുള്ളാണ്, കേരളത്തിൻ്റെ ടെറൈൻ ഒരു 50 കിലോമീറ്റർ അല്ലെങ്കിൽ 60 കിലോമീറ്ററിനുള്ളിൽ എങ്ങനെ ടെറൈൻ മാറുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒക്കെ അത്ര രസകരമായിട്ടുള്ള അനുഭവമാണ്. അതൊന്ന് സംഭവം. പിന്നീട് എന്താണ് ഇവിടുത്തെ പൂളിൻ്റെ അവിടെ നിന്ന് നമ്മളെ കടലിലേക്കുള്ള വ്യൂ ഒന്ന് കണ്ടു നോക്കും. കുട്ടികളോടൊക്കെ സ്പെൻഡ് ചെയ്യാൻ എത്ര നേരം സ്പെൻഡ് ചെയ്താലും നമ്മൾ മടുക്കത്തില്ല. ഇവിടെ അടിപൊളിയാണ്. പ്രത്യേകിച്ചും പൂളെന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് വലിയൊരു സംഭവമായിരിക്കില്ല. അവർ എത്ര നേരം വേണമെങ്കിലും ഇതിനകത്ത് കിടക്കുക. നമ്മൾ അവരോടൊപ്പം ജോയിൻ ചെയ്യുക, അവരോടൊപ്പം സന്തോഷം പങ്കിടുക എന്നുള്ളതാണ്. ഇവിടെ തന്നെ വലിയ ഓഡിറ്റോറിയം ഉണ്ട്. ഒരു 1.25 ലക്ഷം പേർക്കൊക്കെ പങ്കെടുക്കാവുന്ന രീതിയിൽ അത്രയും ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്ര ഏരിയ ഉണ്ട് സത്യം പറഞ്ഞാൽ കേട്ടോ. പിന്നെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾ ഈ ഗ്രീനറി, ഇവിടുത്തെ ഒരു ഏരിയയൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. ഞാൻ ഒരുപാട് റിസോർട്ടുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത്ര ഏരിയ പലപ്പോഴും പല സ്ഥലങ്ങളിലും റിസോർട്ടിൽ കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ ഒരുപാട് റൂമുകൾസ് ഉണ്ട്. റൂമിൻ്റെ എണ്ണമൊക്കെ ഞാൻ കൃത്യമായിട്ടുള്ളത്, ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതിൻ്റെ റേറ്റ്, കാര്യങ്ങൾ, ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പേഴ്സ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് നമ്മളിത് കണ്ട ഈ ഒരു ഏരിയ ഉണ്ട്. ഇവിടുത്തൊക്കെ ഇതെല്ലാം ഒരു പ്രീമിയം റൂംസാണ്. ഈ ഏരിയയിലെല്ലാം കാണുന്നതെല്ലാം പ്രീമിയം റൂംസാണ്. പിന്നെ ഇത് നമ്മൾ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. പിന്നെ വീണ്ടും നെക്സ്റ്റ് ഡേയിൽ ഒരു മാരേജ് ഇവിടെ ഉണ്ട്. മാരേജിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇപ്പോൾ ഓരോ ആളുകൾ എന്താണ് പറയുക, ഓരോ ടീമിൻ്റെ സ്പേസ് റെൻ്റ് എടുത്തതിന് ശേഷം അവർ തന്നെയാണ് കാറ്ററിങ്ങിന് അറേഞ്ച് ചെയ്യുന്നത്. ഈ പറയുന്ന കല്യാണ പാർട്ടികൾ തന്നെ ആയിരിക്കും അവർ കാറ്ററിങ്, ഡെക്കറേഷൻസ്, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊന്ന് സ്പേസാണ് നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്യുന്നത്. KTDC സ്പേസ് റെൻ്റ് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് ശേഷം
സ്പെഷ്യലാണ്. നമ്മൾക്ക് തന്നെയുള്ള കാറ്ററിംഗ് സർവീസ്, നമ്മൾ തന്നെയുള്ള ഡെക്കറേഷൻസ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ വരുന്ന സമയത്ത് അടിപൊളി അതൊരു പ്രീമിയം വെഡ്ഡിങ്ങിൻ്റെ എല്ലാ ഒരു ആംബിയൻസും നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ, അത് ഫുഡ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി കാണുമ്പോൾ തന്നെ ഭയങ്കര എന്താണ് രസമാണ്. അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കടൽ തീരത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈവനിങ് എല്ലാം കഴിഞ്ഞിട്ട് ആളുകളെല്ലാം ഗെറ്റ് ടുഗദർ ആവുന്നു, ഫംഗ്ഷൻ കഴിയുന്നു, ഫുഡ് കഴിക്കുന്നു. നമ്മുടെ ഈ പുൽത്തകടിയിലൊക്കെ ഇരുന്ന് എല്ലാ ആളും ഇവിടെയുള്ള ഫാമിലിയോടൊപ്പം ഫുഡൊക്കെ കഴിക്കുന്നു. ഇത് ഒരു എന്താണ് പറയുക, നിങ്ങൾ ഫീൽ ചെയ്താൽ മാത്രം, ചില കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുമ്പോഴാണല്ലോ നമുക്കതിൻ്റെ ഒരു ഫുൾ സംഭവങ്ങൾ പിടികിട്ടുന്നത്. കണ്ടുവരുന്നത് ഇപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചായ പിന്നെ എല്ലാ ബുഫയാണ് സംവിധാനങ്ങൾ. നമുക്ക് ഈ ഒരു രീതിയിലേക്ക് നമ്മൾ ഇവിടെ കടൽ തീരത്ത് ഒരു മാരേജ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടോ നിങ്ങളിന്ന് കണ്ടു നോക്കുക. അതായത് കടൽ തീരത്തേക്ക് ഇറങ്ങുന്ന മനോഹരമായിട്ടുള്ള വിവാഹവേദിയാണ്. അവിടെ താഴെ കാണുന്ന വിവാഹവേദിയാണ്. ഇവിടെ നമ്മൾ ഇന്ന് ഈവനിങ് 5 മണിക്കൊരു വിവാഹം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഏകദേശം 5 മണി 5:15 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ വിവാഹമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് കൊണ്ടുപോകും, ആ വിവാഹവേദിയിലാണ് കല്യാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കടലിനോട് ചേർന്ന് എന്താണ് പറയുക, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു, അല്ല സൂര്യൻ്റെ ആ ഒരു മുഹൂർത്തത്തിലാണ് ഈ കല്യാണം നടക്കുന്നത്. അപ്പോൾ പിന്നെ അതിന് ശേഷം ഇവിടെ റിസപ്ഷനാണ്. റിസപ്ഷന് വേണ്ടിയുള്ള അടുത്ത വേദി ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചെറുക്കനും പെണ്ണൊക്കെ ഇവിടേക്ക് വരുന്നു. പിന്നെ ഗാനമേള, പാട്ട്, ഫുൾ വൈബാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ബീച്ചിൻ്റെ തീരത്തുള്ള ബീച്ച് വെഡ്ഡിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റൊക്കെ ഞാൻ ആദ്യമായിട്ട് കോവളത്ത് ഇവിടെ KTDCയിൽ വരുമ്പോഴാണ് കാണുന്നത്. ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല, വേറെ സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ല. എനിക്കൊന്നും ബോൾഗാട്ടി പാലസിലൊക്കെ ബീച്ചല്ലെങ്കിൽ ഓക്കെ, ബോൾഗാട്ടി പാലസിലൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും. ഞാൻ ബോൾഗാട്ടി പാലസിലും താമസിച്ചിട്ടുണ്ട്, കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിലും താമസിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനൊരു വെഡ്ഡിങ് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വെഡ്ഡിങ്സ് നടക്കുന്ന ഒരു ഏരിയ എനിക്ക് തോന്നുന്നു കോവളത്തെ ഈ റിസോർട്ടാണെന്ന് തോന്നുന്നു. കമ്പാരിറ്റീവ്ലി മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതാണ് കുറച്ചുകൂടെ ബ്യൂട്ടി, അത് കുറച്ചുകൂടെ ഭയങ്കരമായിട്ടുള്ള ബ്യൂട്ടി ഫീൽ ചെയ്യുന്നൊരു ഏരിയ എനിക്ക് ഇതായിട്ടാണ് തോന്നുന്നത്. ഒന്നും പറയാനില്ല, സൂപ്പർ. നൈറ്റ് കണ്ടോ, നൈറ്റ് ആകുമ്പോഴത്തേനുണ്ടോ അത് ആംബിയൻസ് ഫുള്ള് മാറിയുണ്ട്. ഇതാണ് അവിടെ കല്യാണം നടന്ന ആ ഏരിയ. അപ്പോൾ ഞാൻ ആ കല്യാണം നടന്നുകൊണ്ട് ആ വിഷയം നമ്മളായിട്ട് എടുത്തില്ല. പക്ഷേ നിങ്ങൾ കണ്ടു നോക്കുക, ആ ഒരു നൈറ്റ് ആകുമ്പോഴത്തേനും ഫുള്ള് ആംബിയൻസ് മാറിയിരിക്കുന്നുണ്ടോ. പിന്നെ വെഡ്ഡിങ്ങിന് വേണ്ടിയുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഡിന്നർ പാർട്ടി നടക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക, ഇവിടുത്തെ ഒരു ആംബിയൻസ് വന്നു, ലൈറ്റ് വന്നു, ഫുള്ള് ഓരോ സമയം കഴിയുമ്പോഴും ഇവിടുത്തെ ഒരു ആംബിയൻസ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾ ഡേയിലുള്ള ഒരു ഫീൽ കണ്ടു, ഏർലി മോർണിംഗിലുള്ള കുറേ വിഷ്വൽസ് ഞാൻ കാണിച്ചു തന്നു, അത് കണക്കിന് ഈവനിങ് ടൈമിൽ കാണിച്ചു തന്നു. അപ്പോൾ ഓരോ ടൈമിൽ എത്രത്തോളം ബ്യൂട്ടിയാണ്. ഇപ്പോൾ നൈറ്റിലേക്ക് വന്നപ്പോൾ ഫുള്ള് ഈ സംഭവം തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. ലൈറ്റും എല്ലാവിടെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഡെക്കറേഷൻ എല്ലാവിടെ വരുമ്പോഴത്തേനും അതിൻ്റെ ഒരു പെർഫെക്ഷൻ. നിങ്ങളുടെ ഒരു ഡ്രീം വെഡ്ഡിങ് എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താണ്, നിങ്ങൾ തീർച്ചയായിട്ടും അത് ഏറ്റവും മെമ്മറബിൾ ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ വെഡ്ഡിങ് റിസപ്ഷൻസ് വേണമെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള ആളുകളാണെങ്കിൽ ഇവിടെ വെച്ച് ചെയ്യാം. അത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പ്ലേസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴും ഈ വിഷ്വൽ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ ബ്യൂട്ടി എത്രത്തോളം ആണെന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് കണ്ടിട്ടൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾ വിചാരിക്കും, നിങ്ങൾക്ക് ഇവിടെ വെച്ചൊരു കല്യാണം നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ KTDCയുടെ സമുദ്ര ഡീറ്റെയിൽസൊക്കെ ഞാൻ തരാം, നിങ്ങൾ വിളിച്ചന്വേഷിക്കുക. എന്താണ്, ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് ഫംഗ്ഷൻസുകൾ ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. ബർത്ത്ഡേ പാർട്ടിക്ക് ചെറിയ ഹാളുണ്ട്, അതങ്ങനെ സ്പേസ് റെൻ്റ് ഔട്ട് ചെയ്തിട്ട് മാരേജ് റിസപ്ഷൻസൊക്കെ നടത്താം. അപ്പോൾ എന്താണ് പറയുക, വളരെ സന്തോഷമായിട്ടും വളരെ ഹാപ്പി ആയിട്ടുമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഫുൾ പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു. അടിപൊളി വീഡിയോസ്. അപ്പോൾ ഞാൻ തൽക്കാലം ഈ വീഡിയോ നിർത്തുകയാണ്. വീണ്ടും കാണാം. ബൈ. താങ്ക് യു. ബൈ.